ഉൽപ്പത്തി പുസ്തകം 11-12 അധ്യായങ്ങൾ. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു. ഷിനാർ ദേശത്തൊരു സമഭൂമി കണ്ടു, അവിടെ കുടിയിരുന്നു. അവർ തമ്മിൽ, വരുവിൻ, നാം ഇഷ്ടികയെടുത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായി ഉപയോഗിച്ചു. വരുവിൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക എന്ന് ഒരു പേരുമുണ്ടാക്കുക എന്നവർ പറഞ്ഞു. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഇതാ ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്. ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകുകയുമില്ല. വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്ന് അരുളി ചെയ്തു. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്നും ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. സർവ്വഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളകിയാൽ അതിന് ബാബേൽ എന്നു പേരായി. യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു കളഞ്ഞു. ഷേമിൻ്റെ വംശപാരമ്പര്യമാവിത്. ഷേമിന് 100 വയസ്സായപ്പോൾ അവൻ ജലപ്രളയത്തിന് പിമ്പ് 2 സംവത്സരം കഴിഞ്ഞ ശേഷം അർപ്പഷാദിനെ ജനിപ്പിച്ചു. അർപ്പഷാദിനെ ജനിപ്പിച്ച ശേഷം ഷേം 500 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അർപ്പഷാദിന് 35 വയസ്സായപ്പോൾ അവൻ ശാലഹിനെ ജനിപ്പിച്ചു. ശാലഹിനെ ജനിപ്പിച്ച ശേഷം അർപ്പഷാദ് 403 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ശാലഹിന് 30 വയസ്സായപ്പോൾ അവൻ ഏബെരിനെ ജനിപ്പിച്ചു. ഏബെരിനെ ജനിപ്പിച്ച ശേഷം ശാലഹ് 403 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഏബെരിന് 34 വയസ്സായപ്പോൾ അവൻ പേലഗിനെ ജനിപ്പിച്ചു. പേലഗിനെ ജനിപ്പിച്ച ശേഷം ഏബർ 430 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. പേലഗിന് 30 വയസ്സായപ്പോൾ അവൻ രയൂവിനെ ജനിപ്പിച്ചു. രയൂവിനെ ജനിപ്പിച്ച ശേഷം പേലഗ് 209 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. രയൂവിന് 32 വയസ്സായപ്പോൾ അവൻ ഷെരൂഗിനെ ജനിപ്പിച്ചു. ഷെരൂഗിനെ ജനിപ്പിച്ച ശേഷം രയൂ 207 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഷെരൂഗിന് 30 വയസ്സായപ്പോൾ അവൻ നാഹോരിനെ ജനിപ്പിച്ചു. നാഹോരിനെ ജനിപ്പിച്ച ശേഷം ഷെരൂഗ് 200 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. നാഹോരിന് 29 വയസ്സായപ്പോൾ അവൻ തേരഹിനെ ജനിപ്പിച്ചു. തേരഹിനെ ജനിപ്പിച്ച ശേഷം നാഹോർ 119 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. തേരഹിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രാം, നാഹോർ, ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. തേരഹിൻ്റെ വംശപാരമ്പര്യമാവിത്. തേരഹ് അബ്രാമിനെയും നാഹോരിനെയും ഹാരാനെയും ജനിപ്പിച്ചു. ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ ഹാരാൻ തൻ്റെ ജന്മദേശത്ത് വെച്ച് കൽദയരുടെ ഒരു പട്ടണമായ ഊരിൽ വെച്ച് തന്നെ തൻ്റെ അപ്പനായ തേരഹിന് മുമ്പേ മരിച്ചുപോയി. അബ്രാമും നാഹോരും ഭാര്യമാരെ എടുത്തു. അബ്രാമിൻ്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഹോരിൻ്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേർ. ഇവർ മിൽക്കയുടെയും മിസ്കയുടെ അപ്പനായ ഹാരാൻ്റെ മകൾ തന്നെ. സാറായി മച്ചിയായിരുന്നു, അവൾക്ക് സന്തതി ഉണ്ടായിരുന്നില്ല. തേരഹ് തൻ്റെ അപ്പനായ അബ്രാമിനെയും ഹാരാൻ്റെ മകനായ തൻ്റെ പൗത്രൻ ലോത്തിനെയും തൻ്റെ മകനായ അബ്രാമിൻ്റെ ഭാര്യയായി മരുമകളായ സാറായിയെയും കൂട്ടി കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവർ ഹാരാൻ വരെ വന്നു അവിടെ പാർത്തു. തേരഹിൻ്റെ ആയുഷ്കാലം 205 സംവത്സരമായിരുന്നു. തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. 12-ാം അധ്യായം. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ നിൻ്റെ ദേശത്തെയും ചർച്ചക്കാരെയും പൃഥുഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു. ലോത്തും അവനോടുകൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് 75 വയസ്സായിരുന്നു. അബ്രാം തൻ്റെ ഭാര്യയായ സാറായിയെയും സഹോദരൻ്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. കനാൻ ദേശത്തെത്തി. അബ്രാം ഷേഗേം എന്ന സ്ഥലം വരെയും ഏലോൻ മോരെ വരെയും ദേശത്തൂടി സഞ്ചരിച്ചു. അന്ന് കനാന്യൻ ദേശത്ത് പാർത്തിരുന്നു. യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അവൻ അവിടെ നിന്ന് ബഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബഥേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരം അടിച്ചു. അവിടെ അവൻ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രാം മിസ്രൈമിൽ ചെന്നു പാർപ്പാൻ അവിടേക്ക് പോയി. മിസ്രൈമിൽ എത്തുമാറായപ്പോൾ അവൻ തൻ്റെ ഭാര്യ സാറായിയോട് പറഞ്ഞത്, ഇതാ നീ സൗന്ദര്യമുള്ള സ്ത്രീയെന്ന് ഞാൻ അറിയുന്നു. മിസ്രൈമിൽ നിന്നെ കാണുമ്പോൾ ഇവൾ അവൻ്റെ ഭാര്യയെന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും
നിന്നെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യും. നീ എൻ്റെ സഹോദരിയെന്ന് പറയണം. എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും. അങ്ങനെ അബ്രാം മിസ്രയീമിലെത്തിയപ്പോൾ സ്ത്രീ അതിസുന്ദരിയെന്ന് മിസ്രയീമ്യർ കണ്ടു. ഫറവോൻ്റെ പ്രഭുക്കന്മാരും അവളെ കണ്ടു ഫറവോൻ്റെ മുമ്പാകെ അവളെ പ്രശംസിച്ചു. സ്ത്രീ ഫറവോൻ്റെ അരമനയിൽ പോകേണ്ടിയും വന്നു. അവളുടെ നിമിത്തം അവൻ അബ്രാമിന് നന്മ ചെയ്തു. അവൻ ആടുമാടുകളും ആൺകഴുതകളും ദാസന്മാരും ദാസിമാരും പെൺകഴുതകളും ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. അബ്രാമിൻ്റെ ഭാര്യയായ സാറായ നിമിത്തം യഹോവ ഫറവോനെ അവൻ്റെ കുടുംബത്തെ അത്യന്തം ദണ്ഡിപ്പിച്ചു. അപ്പോൾ ഫറവോൻ അബ്രാമിനെ വിളിച്ചു, നീ എന്നോട് ചെയ്തതെന്ത്? അവൾ നിൻ്റെ ഭാര്യയെന്ന് എന്നെ അറിയിക്കഞ്ഞതെന്ത്? അവൾ എൻ്റെ സഹോദരിയെന്ന് എന്തിനു പറഞ്ഞു? ഞാൻ അവളെ ഭാര്യയായിട്ടെടുപ്പാൻ സംഗതി വന്നുപോയല്ലോ. ഇപ്പോൾ ഇതാ നിൻ്റെ ഭാര്യ, അവളെ കൂട്ടിക്കൊണ്ടു പോക എന്ന് പറഞ്ഞു. ഫറവോൻ അവനെക്കുറിച്ച് തൻ്റെ ആളുകളോട് കൽപ്പിച്ചു. അവർ അവനെയും അവൻ്റെ ഭാര്യയെയും അവനുള്ള സകലവുമായി പറഞ്ഞയച്ചു.